ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICDS സൂപ്പർവൈസർ സോഷ്യോളജി സിലബസിലെ മറ്റൊരു ടോപ്പിക്കാണ് ഡ്രഗ് അഡിക്ഷൻ. അല്ലെ, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഡ്രഗ് അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടീഷൻ ഓഫ് ബീയിങ് അഡിക്റ്റഡ് ടു എ ഡ്രഗ്, പെർട്ടിക്കുലർലി നാർക്കോട്ടിക് ഡ്രഗ്സ്. അല്ലെ, എന്നാണ് ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടീഷൻ ഓഫ് ബീയിങ് അഡിക്റ്റഡ് ടു എ ഡ്രഗ്, പെർട്ടിക്കുലർലി നാർക്കോട്ടിക് ഡ്രഗ്സ്. അല്ലെ, ഇത് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? കണ്ടീഷൻ ഓഫ് ബീയിങ് അഡിക്റ്റഡ് ടു എ ഡ്രഗ്. അല്ലെ, ഒരു ഡ്രഗ് എന്ന് പറയുന്നതിന് അഡിക്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. പെർട്ടിക്കുലർലി നാർക്കോട്ടിക് ഡ്രഗ്സ്. അല്ലെ, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. These are generally illegal drugs that affect the mood and behavior of a person. അല്ലെ, these are generally illegal. അല്ലെ, ഇത് generally എന്താണ്? ഇല്ലീഗൽ ഡ്രഗ്സ് ആണ്. Then that affect അല്ലെ ഒരു പേഴ്സന്റെ ബിഹേവിയറിനെയും മൂഡിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനറലി ഇല്ലീഗൽ ആണ്. ഇതൊരു വ്യക്തിയുടെ മൂഡിനെയും ബിഹേവിയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Drug abuse refers to the use of certain chemicals for the purpose of creating pleasurable effect on the brain. അല്ലെ, ഡ്രഗ് അബ്യൂസ് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? യൂസ് ഓഫ് certain chemical. അല്ലെ, ചില കെമിക്കൽ യൂസ് ചെയ്യുന്നതിനെയും ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേറ്റീവ് പ്ലഷറബിൾ ഇഫക്റ്റ് ഓഫ് ദി ബ്രെയിൻ. അല്ലെ, തലച്ചോറിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ഇഫക്റ്റ് സൃഷ്ടിക്കുന്നില്ല ചില കെമിക്കൽസിന്റെ ഉപയോഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ കുറച്ച് പ്ലഷറബിൾ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കെമിക്കൽ ഒന്നാണ് ഈ പറയുന്ന ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. There are over 119 million drug users around the world, and the problem has been increasing at alarming rates, especially among young adults under the age of 13. There are over 119 million drug users around the world. അല്ലെ, ലോകത്താകമാനം എന്തുണ്ട്? ഒരു 190 മില്യൺ ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലം ഹാസ് ബീൻ ഇൻക്രീസ് അറ്റ് അലാമിംഗ് റേറ്റ്സ്. അല്ലെ, പ്രശ്നം, ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന പ്രശ്നം വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി എമംഗ് യങ് അഡൽട്സ് അണ്ടർ ദ ഏജ് ഓഫ് 13. അല്ലെ, 30 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്കിടയിലാണ് പ്രത്യേകിച്ചും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർലി നർക്കോട്ടിക് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് ജനറലി ഇല്ലീഗൽ ആണ്. ഇതൊരു വ്യക്തിയുടെ മൂഡിനെയും ബിഹേവിയറിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് ചില സന്തോഷകരമായിട്ടുള്ള ഇഫക്റ്റുകൾ തരുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള അല്ലെ, ഒരു ചില അതായത് ചില കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഏകദേശം 190 ആളുകൾ ലോകത്താകമാനം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത് വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും 30 വയസ്സിന് താഴെയുള്ള അഡൽട്ടുകിടയിൽ. ഇതിനടുത്തത് അതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. What are the definitions of drug abuse? According to WHO, a state of periodic or chronic intoxication detrimental to the individual and to society produced by the repeated consumption of drug, natural or synthetic. അല്ലെ, WHO ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് പീരിയോഡിക് ഓർ ക്രോണിക് ഇൻടോക്സിക്കേഷൻ. അല്ലെ, എന്താണ്? ഇതൊരു തരത്തിലുള്ള പീരിയോഡിക് അല്ലെങ്കിൽ ക്രോണിക് ഇൻടോക്സിക്കേഷൻ ആണ്. ഡിറ്റീരിമെന്റൽ ടു ദ ഇൻഡിവിജ്വൽ ആൻഡ് ടു സൊസൈറ്റി. ഇൻഡിവിജ്വലിനും സൊസൈറ്റിക്കും അത് ഡിറ്റീരിമെന്റൽ ആണ്. പ്രൊഡ്യൂസർ ബൈ ദ റിപ്പീറ്റഡ് കൺസപ്ഷൻ ഓഫ് ഡ്രഗ്, നാച്ചുറൽ ഓർ സിന്തറ്റിക്. അല്ലെ, വളരെ പീരിയോഡിക്കോ ക്രോണിക്കോ ആയ ലഹരി ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരമാണ്. മയക്കുമരുന്ന് പ്രകൃതിദത്ത അല്ലെങ്കിൽ സിന്തറ്റിക്കയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അല്ലെ, സിന്തറ്റിക്കോ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രഗ് കൺസപ്ഷൻ എന്ന് പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഡ്രഗ് കൺസപ്ഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിക്കും ഒരു ഇൻഡിവിജ്വലിനും എന്താണത്? അത് വളരെ ഹാനികരമാണ് എന്നാണ് WHO പറയുന്നത്. That addiction means implies physical dependence. So drug addiction means the physical dependence of a person on the use of some drugs. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്നാണ് അർത്ഥം.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഡ്രഗ്സിന് ചില പേഴ്സൺസ് ഫിസിക്കൽ ഡിപ്പെൻഡഡ് ആവുക എന്നതാണ് ഡ്രഗ് അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ചില ഡ്രഗ്സ് യൂസേജിന് ചില പേഴ്സൺസ് ഫിസിക്കൽ ഡിപ്പെൻഡഡ് ആവുക, അതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. Then according to WHO, drug means as any substance that when taken into the living organism may modify one or more of its function. അല്ലെ, according to WHO, drug means as any substance that when taken into the living organism may modify one or more of its function. അല്ലെ, WHO പറയുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഡ്രഗ് എന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? വെൻ ടേക്കൺ ഇൻ ടു ദ ലിവിങ് ഓർഗാനിസം, നമ്മളൊരു ലിവിങ് ഓർഗാനിസം എടുക്കുമ്പോൾ അതിന്റെ ഒന്നോ അതിലധികമോ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പദാർത്ഥം എന്നാണ് നമ്മൾ ഈ ഡ്രഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്ന്. ഓക്കെ, അപ്പോ ദീസ് ആർ ദ ഡെഫിനേഷൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. അപ്പൊ ഇവിടെ ഡ്രഗ് അഡിക്ഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചില ഡ്രഗ്സിന്റെ യൂസേജിൽ ചില പേഴ്സൺ ഫിസിക്കൽ ഡിപ്പെൻഡഡ് ആവാ എന്നുള്ളതാണ് എന്ത് ഡ്രഗ് അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, WHO രണ്ട് ഡെഫിനേഷനും കൂടി എന്ത് ചെയ്യാ നോക്കി വെക്കുക. Then what are the characteristics of drug addiction? എന്തൊക്കെയാണ് നമ്മുടെ ഡ്രഗ് അഡിക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അൺകൺട്രോളബിൾ ഡിസയർ ഫോർ ഡ്രഗ്സ്. അല്ലെ, എന്താണ് അൺകൺട്രോളബിൾ ഡിസയർ ഫോർ ഡ്രഗ്സ്? അല്ലെ, വളരെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഡ്രഗ്സിനോടുള്ള ഒരു ആഗ്രഹം. എ ടെൻഡൻസി ടു ഇൻക്രീസ് ദ ഡോസ്. അല്ലെ, നമ്മുടെ ആ ഡോസ് ഇപ്പൊ മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോ ആദ്യം ചെറിയ അളവിലാണെങ്കിൽ പിന്നീട് വലിയ അളവിൽ എന്ത് ചെയ്യാണ് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി. ദെൻ മൂന്നാമത്തത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ഓൺ ഡ്രഗ്സ്. അല്ലെ, എന്താണ് ആ ഒരു ഡ്രഗ്സിനോടുള്ള ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ്. ഹാർംഫുൾ ഇഫക്ട്സ് ഓൺ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. അല്ലെ, എന്താണ് ഇൻഡിവിജ്വലിലും സൊസൈറ്റിയിലും ഒരു ഹാർംഫുൾ ഇഫക്റ്റ് വരിക. So these are the basic characteristics. I repeat this: an uncontrollable desire for drugs, a tendency to increase the dose, physical and psychological dependence on drugs, harmful effect on the individual and the society. അടുത്ത നമ്മൾ പറയുന്നത് ഡ്രഗ് മെനൻസ് ഇൻ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ഡ്രഗ്സിന്റെ ഒരു ഭീഷണി കിടക്കുന്നത്? ദ മെനൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ഹാസ് സ്പ്രെഡ് ഫാസ്റ്റ് എമംഗ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എന്തുണ്ട്? ഇന്ത്യൻ യൂത്തിനിടയിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ എന്തുണ്ട് ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈസ് സാൻഡ്വിച്ച് between two largest opium producing regions of the world, that is the golden triangle on one side and the golden crescent on other. അല്ലെ, ലോകത്തിൽ ഏറ്റവും വലിയ ഒപ്പിയം അഥവാ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ത് സാൻഡ്വിച്ച്ഡ് ആണ്, ചുറ്റിത്തിരിയുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് രണ്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞില്ല, അതിലൊന്ന് ഗോൾഡൻ ട്രിയാങ്കിളും രണ്ടാമത്തെ ഗോൾഡൻ ക്രസന്റും ആണ്. The Golden Triangle area comprises Thailand, Myanmar, Vietnam, Laos. തായ്ലൻഡ്, മ്യാൻമറും വിയറ്റ്നാം, ലാവോസ് ആണ് ഗോൾഡൻ ട്രിയാങ്കിൾ എന്ന് പറയുന്നത്. ഗോൾഡൻ ക്രസന്റ് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. അപ്പൊ ഗോൾഡൻ ട്രിയാങ്കിൾ തായ്ലൻഡ്, മ്യാൻമർ, വിയറ്റ്നാം, ലാവോസ്. ഗോൾഡൻ ക്രസന്റ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. As per the report of magnitude of substance use in India released by All India Institute of Medical Science in 2019, alcohol is the most abused substance in India. അല്ലെ, എന്താണ് ഇന്ത്യയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലെ മാഗ്നിറ്റ്യൂഡ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 2019 പറഞ്ഞത് ആൽക്കഹോൾ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരുപയോഗം ചെയ്യുന്ന ഒരു പദാർത്ഥം എന്നാണ് പറഞ്ഞത്. ഓക്കെ, it has been estimated that there are about 8.5 lakh people who inject drugs. അല്ലെ, ഏകദേശം 8.5 ലക്ഷം പേർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡ്രഗ്സ് ഇൻജെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എസ്റ്റിമേഷൻ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഡ്രഗ് ഭീഷണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂത്തിനിടയിൽ അത് വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൽ സാൻഡ്വിച്ചിലാണ്. ഒന്ന് ഗോൾഡൻ ട്രിയാങ്കിളും രണ്ട് ഗോൾഡൻ ക്രസന്റും. ഗോൾഡൻ ട്രിയാങ്കിൾ എന്ന് പറയുമ്പോൾ തായ്ലൻഡ്, മ്യാൻമർ, വിയറ്റ്നാം, ലാവോസ്. ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. ഇന്ത്യയിലെ 2019 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റിപ്പോർട്ട് പ്രകാരം ആൽക്കഹോൾ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
8.5 lakh people inject drugs. Of the total cases estimated by the report, more than half of them are contributed by states like Punjab, Assam, Delhi, Haryana, Manipur, Mizoram, Sikkim, and Uttar Pradesh. More and more children are taking alcohol consumption, and the highest percentage of children who are addicted to alcohol are in Punjab, followed by West Bengal and Uttar Pradesh. മൊത്തം കേസസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഹാഫ് ഓഫ് ദം, അതിൽ പകുതിയിൽ പേരും, അതായത് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം കേസ് എടുപ്പോൾ 8.5 ലാക്ക് പീപ്പിൾ ഡ്രഗ്സിന് അടിമപ്പെട്ടവരാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മൊത്തം കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ പകുതി പേരും എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? പഞ്ചാബ്, ആസാം, ഡൽഹി, ഹരിയാന, മണിപ്പൂർ, മിസോറാം, സിക്കിം ആൻഡ് ഉത്തർപ്രദേശ്, ഇവിടെ നിന്നാണ് വരുന്നത്. മോർ ആൻഡ് മോർ ചിൽഡ്രൻ ആർ ടേക്കിംഗ് ടു ആൽക്കഹോൾ കൺസപ്ഷൻ അല്ലെ. കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കഹോൾ കൺസപ്ഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് ചിൽഡ്രൻ ഹു ആർ അഡിക്റ്റഡ് ടു ആൽക്കഹോൾ ആർ ഇൻ പഞ്ചാബ്, ഫോളോഡ് ബൈ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഉത്തർപ്രദേശ് അല്ലെ. ഏറ്റവും ഉയർന്ന ശതമാനം മദ്യത്തിന് അടിമകളാകുന്ന കുട്ടികൾ പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഡ്രഗ്സിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, ആസാം, ഡൽഹി, ഹരിയാന, മണിപ്പൂർ, മിസോറാം, സിക്കിം, ഉത്തർപ്രദേശ്. കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിലോ പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും. ഇനി എന്താണ് ഡ്രഗ് അബ്യൂസ് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ഇംപ്രോപ്പർ ആൻഡ് ഈവൻ ഇല്ലീഗൽ യൂസ് ഓഫ് ഡ്രഗ്സ്. ഈ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആൻഡ് ഈവൻ ഇല്ലീഗൽ യൂസ് ഓഫ് ഡ്രഗ്സ്, ഡ്രഗ്സിന്റെ ഇല്ലീഗലും ഇംപ്രോപ്പറുമായിട്ടുള്ള യൂസേജിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡ്രഗ് അബ്യൂസ് എന്ത് ചെയ്യുന്നത്? എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ആൻഡ് ഇംപ്രോപ്പർ യൂസിനെയാണ് നമ്മൾ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. Then what are the characteristics of drug abuse? The use of drugs in any form or style is considered as illegal. അല്ലെ, നമ്മൾ ഡ്രഗ്സിനെ അതിനെ ഏത് തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിനെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഇല്ലീഗൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. The drug is used without proper medical advice and supervision. അല്ലെ, എന്താണ് ഡ്രഗ് പലപ്പോഴും യൂസ് ചെയ്യുന്നത് വിത്തൗട്ട് പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസ് ആൻഡ് സൂപ്പർവിഷൻ ആണ്. പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസിന് സൂപ്പർവിഷൻ ഇല്ലാതെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എക്സസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് സെൽഫ് മെഡിക്കേഷൻ അല്ലെ. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എക്സസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് സെൽഫ് മെഡിക്കേഷൻ. ഇതെന്താണ്? ഈ മെഡിസിന്റെ അംഗീകൃത മാനദണ്ഡങ്ങൾക്ക് അപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദ യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ലീഡ് ടു ലോസ് ഓഫ് കൺട്രോൾ ഓവർ ദ യൂസേഴ്സ് ബിഹേവിയർ അല്ലെ. മരുന്നുകളുടെ ഉപയോഗം നമ്മുടെ ഉപയോക്താക്കളുടെ പെരുമാറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. അപ്പോൾ ദ യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ എനി ഫോം ഓർ സ്റ്റൈൽ ഈസ് കൺസിഡർഡ് ആസ് ഇല്ലീഗൽ. The drug is used without proper medical advice and supervision. It is used in excess of accepted standard of self-medication. The use of drugs in this context lead to loss of control over the users of behavior. The major reason for drug abuse. Drug abuse and the major reasons ആണ് പറയുന്നത് to be accepted by the peers അല്ലെ. പിയേഴ്സിന്റെ ഒരു അക്സെപ്റ്റൻസ്, കൂട്ടത്തിൽ ഒപ്പമുള്ളവർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഡൻസി. ദെൻ ഇൻക്രീസ് എക്കണോമിക് സ്ട്രെസ് അല്ലെ, സാമ്പത്തിക ഭാരം നമുക്ക് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രഗ്സിന് അടിമപ്പെടുക. ചേഞ്ചിങ് കൾച്ചറൽ വാല്യൂസ് അല്ലെ, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ വരുമ്പോ അല്ലെ, ഇപ്പൊ ഒരു പാർട്ടി നടക്കുകയാണ്, അവിടെ കള്ള് കുടിക്കണം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഇതുണ്ടായിരിക്കുക അല്ലെ, എന്താ അങ്ങനെ ഒരു കൾച്ചർ വരിക. ദെൻ എക്സ്പീരിമെന്റേഷൻ, പരീക്ഷണങ്ങള്. ന്യൂറോട്ടിക് പ്ലഷർ അല്ലെ, അതായത് നമുക്കൊരു ഭയങ്കര സ്ട്രെസ്, ഒരു പ്ലഷർ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തില്. ഇനഫക്റ്റീവായ പോളിസിങ്, കാര്യക്ഷമമായിട്ടുള്ള ഒരു നീതിന്യായങ്ങളൊന്നും വരാതിരിക്കുന്ന ഒരു അവസ്ഥ. to be accepted by the peers, increasing economic stress, changing cultural values, experimentation, neurotic pleasure, ineffective policing. Then അടുത്തത് ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ്. എന്തൊക്കെയാണ് ഡ്രഗ് അബ്യൂസിന്റെ ഇമ്പാക്റ്റുകൾ? ഹയർ റിസ്ക് ഓഫ് അൺഇന്റൻഷണൽ ഇഞ്ചറീസ് അല്ലെ, മനഃപൂർവ്വമല്ലാത്ത പരിക്കുകൾ ഉണ്ടാവാൻ ഉയർന്ന സാധ്യത അല്ലെ. സ്വാഭാവികമായിട്ടും ഉണ്ടാകും, കള്ളു കുടിച്ച് ലക്ക് കെട്ടൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കേസസ്. ദെൻ ആക്സിഡന്റ് അല്ലെ, മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റുകൾ ഉണ്ടാവും. ഡൊമസ്റ്റിക് വയലൻസ് ഇൻസിഡന്റ്, മെഡിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് അല്ലെ, കള്ളു കുടിച്ച് ഭാര്യയെ തല്ലുന്നു അല്ലെ, തിരിച്ചും.
ഡൊമസ്റ്റിക് വയലൻസ് ഇൻസിഡൻസ്, മെഡിക്കൽ പ്രോബ്ലംസ്, ഡെത്ത്, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുന്നു, ഡെത്ത് ഉണ്ടാവുന്നു. ദെൻ എക്കണോമിക് പൊട്ടൻഷ്യൽ ഗെറ്റ് വേസ്റ്റഡ്, അല്ലെ, സാമ്പത്തികമായിട്ടുള്ള നമുക്ക് സാധ്യതകൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും പാഴായി പോകുന്നു. അഫക്ട് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി, ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, അല്ലെ, കുടുംബവുമായുള്ള ബന്ധങ്ങൾ അത് ബാധിക്കുന്നു, സുഹൃത്തുക്കളും വൈകാരിക പ്രശ്നങ്ങളും അത് സൃഷ്ടിക്കുന്നു. ഇൻക്രീസ് ഫിനാൻഷ്യൽ ബേർഡൻ, അല്ലെ, സാമ്പത്തിക ഭാരം അത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാ പറഞ്ഞത്? ഹയർ റിസ്ക് ഓഫ് അൺഇന്റൻഷണൽ ഇഞ്ചുറീസ്, ആക്സിഡൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ഇൻസിഡന്റ്, മെഡിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഡെത്ത്, എക്കണോമിക് പൊട്ടൻഷ്യൽ ഗെറ്റ് വേസ്റ്റഡ്, affects relationship with the family, friends, creative, emotional and social problems, increases financial burden. Then drug abuse seriously affects our health, security, peace and development. Increase in diseases like hepatitis B and C, tuberculosis, drug dependence, low self-esteem, hopelessness can lead to criminal action and even suicidal tendencies. അപ്പൊ എന്തൊക്കെയാണ് ഡ്രഗ് അബ്യൂസ് കൊണ്ട് നമ്മളെ ബാധിക്കുന്നത്? നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കും, നമ്മുടെ പീസിനെ ബാധിക്കും, നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ വരാൻ കാരണമാവും, അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി വരും, ട്യൂബർകുലോസിസ് വരും, ഡ്രഗ് ഡിപ്പെൻഡൻസ് വരും, ലോ സെൽഫ് എസ്റ്റീം വരും, ഹോപ്പ്ലെസ്നെസ് ഒക്കെ എന്ത് വരും. ഇത് പിന്നീട് ക്രിമിനൽ ആക്ഷനിലോട്ടും സൂയിസൈഡ് ടെൻഡൻസിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ് ഡ്രഗ് അഡിക്ഷൻ, ഡെഫിനേഷന്, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇന്ത്യയിലെ ഡ്രഗ് ഭീഷണി, ദെൻ ഡ്രഗ് അബ്യൂസ് എന്താണ്, അതിന്റെ റീസൺ, അതിന്റെ ഇമ്പാക്ട്. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ഡ്രഗ് ഡിപ്പെൻഡൻസ്. നമ്മൾ പറഞ്ഞില്ലേ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, അല്ലെ, എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസ്? ഇറ്റ് ഈസ് യെറ്റ് അനദർ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് അനാലിസിസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. The term denotes habitual or frequent use of a drug. The use is so frequent that the individual virtually becomes dependent on it. അല്ലെ, എന്താണ് മയക്കുമരുന്ന് ആസക്തിയുടെ, അല്ലെ, ഡ്രഗ് ഡിപ്പെൻഡൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയമാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന്. ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു മയക്കുമരുന്നിന്റെ പതിവ് അല്ലെങ്കിൽ പതിവ് ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു ഈ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഉപയോഗം എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളെയും അതെന്ത് ചെയ്യുന്നു, അത് ആശ്രയിക്കുന്നു. ദ യൂസ് ഈസ് സോ ഫ്രീക്വന്റ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ വിർച്വലി ബിക്കംസ് ഡിപ്പെൻഡന്റ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഹാബിച്വൽ ഒരു ഫ്രീക്വന്റ് യൂസ് ഓഫ് എ ഡ്രഗ് എന്നാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാബിച്വൽ ഓർ ഫ്രീക്വന്റ് യൂസ് ഓഫ് എ ഡ്രഗ്. ദെൻ ദിസ് ഡിപ്പെൻഡൻസ് ഇസ് ടു ടൈപ്പ്. രണ്ട് തരത്തിലാണ് ഈ ഒരു ഡിപ്പെൻഡൻസ് ഉള്ളത്. ഒന്നാമത്തത് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണ്. Okay, physical dependence. It refers to the bodily dependence of a person on the use of the drug. Due to the continuous use of the drug, the body becomes so adjusted to the presence of the drug in a state of drug addiction of a person. Physical dependence reflects the bodily position of a person, which requires continued administration of the drug in order to function. ഫസ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണ്, അല്ലെ. എന്താണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് പറയുന്നത്? ഈ ഒരു ഇറ്റ് റെഫേഴ്സ് ദ ബോഡിലി ഡിപ്പെൻഡൻസ് ഓഫ് എ പേഴ്സൺ, അല്ലെ, ഒരു വ്യക്തിയുടെ ബോഡിലി ഡിപ്പെൻഡൻസിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ യൂസ് ഓഫ് ദി ഡ്രഗ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഡ്രഗ്. ഡ്രഗിന്റെ നിരന്തരപരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ഒരു പേഴ്സന്റെ ബോഡിലി ഡിപ്പെൻഡൻസിനെയാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഓഫ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡ്രഗിന്റെ പ്രസൻസുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും. In a state of drug addiction of a person, physical dependence reflects the bodily position of a person, which requires continued administration of the drug in order to function. അല്ലെ, ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ശാരീരിക നില ഇത് പ്രതിഫലിക്കുന്നു. അത് പ്രവർത്തിക്കുന്നതിന് മയക്കുമരുന്നിന്റെ തുടർച്ചയായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആവശ്യമാണ്. ഇപ്പൊ എന്താണ്, ചിലപ്പോ നമ്മള് മദ്യം കിട്ടിയില്ല അതിന്റെ കൈ വിറക്കാന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ആ ഒരു ബോഡിക്ക് അതിന്റെ ഒരു പ്രസൻസ് മനസ്സിലായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് വേണം, അതിന് എപ്പോഴും വേണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി എന്ത് ചെയ്യും, ഇവർക്ക് ഇങ്ങനെ ആ ഒരു ബോഡിയിൽ അങ്ങനത്തെ ഒരു ആസക്തി വരാൻ തുടങ്ങും. ഇതാണ് അതിന്റെ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് യൂസ് വരുന്നതാണ് ബോഡിലി ഡിപ്പെൻഡൻസ്. അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണ്. It refers to the strong craving for the drug. The craving strong than the individual feel that his well-being depends
only on its use. Sometimes the word habituation is used to refer to psychic or psychological dependence. അല്ലെ എന്താണ് നമ്മുടെ ഡ്രഗ്സിനോടുള്ള ഒരു ആസക്തി ഇത് സൂചിപ്പിക്കുന്നു. അതായത് തനിക്ക് ഇൻഡിവിജ്വൽ ഫീൽ ദാറ്റ് ഈസ് വെൽ ബീയിങ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് യൂസ്. എനിക്ക് നല്ല ഒരു വെൽ ബീയിങ് തോന്നണമെങ്കിൽ അത് യൂസ് ചെയ്താലേ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടാവുക. Then the word habituation is used to refer to psychic or psychological dependence. അല്ലെ ചില സമയങ്ങളിൽ എന്താണ് ഈ ഹാബിറ്റുവേഷൻ അല്ലെ ആ പറയുന്ന ശീലമാക്കൽ എന്ന് പറയുന്ന ടേം സൈക്കിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് റെഫർ ചെയ്യുന്നുണ്ട്. എനിക്കത് വേണം എന്നൊരു തോന്നൽ മൈൻഡിലൊക്കെ തോന്നൽ അത് കിട്ടണം എന്നുള്ള തോന്നല് അതാണ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസിൽ പറയുന്നത്. അപ്പോൾ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞ എന്താണ് habitual or frequent use of a drug. There are two type of drug dependence. First one physical dependence, then second one psychological dependence. Physical dependence bodily dependence, psychological എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ വെൽബീയിങ്ങിന് അത് വേണം എന്നുള്ളൊരു തോന്നല്. പിന്നെ അടുത്താണ് വാട്ട് ഈസ് ഡ്രഗ് ഹാബിറ്റുവേഷൻ. നമ്മളിവിടെ ഒരു ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞ ടേം പറഞ്ഞില്ലേ. എന്താണ് ഹാബിറ്റുവേഷൻ? ദർ ഈസ് എ ഡിസയർ ബട്ട് നോട്ട് എ കമ്പൾഷൻ ടു കണ്ടിന്യൂ ടേക്കിംഗ് ദ ഡ്രഗ്. അല്ലേ ആഗ്രഹം ഉണ്ട് പക്ഷെ തുടരാൻ നിർബന്ധമില്ല അല്ലെ. എന്താണ് ഒരു ഡിസയർ ഉണ്ട് പക്ഷെ എന്താണ് ഡ്രഗ് ടേക്ക് ചെയ്യാനുള്ള ഒരു ഡ്രഗ് ടേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു നിർബന്ധമില്ല. ഓക്കെ അതാണ് ഡ്രഗ് ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ചലഞ്ചസ് ടു കർബ് ദ ഡ്രഗ് അല്ലെ നമ്മൾ ഈ പറയുന്ന ഡ്രഗിനെ നമുക്ക് തടയുന്നതിനുള്ള വെല്ലുവിളികളാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത് ലീഗലി അവൈലബിൾ ഡ്രഗ്സ് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ ഗവൺമെന്റ് ഏറ്റവും നല്ല വരുമാനം എന്താണ് മദ്യവിൽപ്പന തന്നെയാണ്. അപ്പൊ ഒരിക്കലും അത് അവർ ലീഗലി ബാൻ ചെയ്യില്ല. such as tobacco is a huge problem which is usually seen as a gateway drug which children take just to experiment with അല്ലെ. ഇപ്പൊ പുകയില് പോലുള്ളത് വലിയ പ്രശ്നമാണ് പക്ഷെ എന്താണ് അത് വിൽക്കുന്നു കുട്ടികൾ അതൊക്കെ ടേക്ക് ചെയ്യുന്നു അല്ലെ. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന്റെ അവൈലബിലിറ്റിയുടെ ഒരു കുറവ്. ദർ ഇസ് എ ലാക്ക് ഓഫ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. ഓൾസോ NGOs operating de-addiction centers in the country have failed to provide the required kind of treatment and therapy. അല്ലെ എന്താണ് ഈ റീഹാബിലിറ്റേഷന്റെ ഒരു കുറവ്. രാജ്യത്തെ ഡി അഡിക്ഷൻ സെന്ററുകൾ നടത്തുന്ന NGOകൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് NGOനെ സെറ്റപ്പ് ചെയ്യാം അല്ലെ. NGO നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ വേണ്ട ട്രീറ്റ്മെന്റും തെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉഷാറാവും. അത് കൊടുക്കാത്തിടത്തോളം എന്ത് ചെയ്യും ഇത് മോശമായിട്ട് കൊണ്ടിരിക്കും. ദെൻ സ്മഗ്ലിംഗ് ഓഫ് ഡ്രഗ്സിലെ മയക്കുമരുന്ന് കടത്ത് നമ്മൾ ഒരുപാട് ന്യൂസിൽ കണ്ട ഒരു കാര്യമാണിത്. സ്മഗ്ലിംഗ് ഓഫ് ഡ്രഗ്സ് ത്രൂ ദ സ്റ്റേറ്റ് ലൈക്ക് പഞ്ചാബ്, ആസാം ആൻഡ് ഉത്തർപ്രദേശ് വിച്ച് ഷെയർ ദ ബോർഡർ വിത്ത് നെയ്ബറിംഗ് കൺട്രീസ് അല്ലെ. അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചാബ്, ആസാം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സ്മഗ്ലിംഗ് ഡ്രഗ്സ് എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഉണ്ട്. ദെൻ ഇപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ലീഗലി അവൈലബിൾ ഡ്രഗ്സും ലാക്ക് ഓഫ് അവൈലബിലിറ്റിയും ദെൻ പിന്നെന്താണ് സ്മഗ്ലിംഗ് ഓഫ് ഡ്രഗ്സും. ദെൻ അടുത്തത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ നാർക്കോ കോർഡിനേഷൻ സെന്റർ NCORD അല്ലെ. ഫുൾ ഫോം നോക്കി വെക്കുക. നാർക്കോ കോർഡിനേഷൻ സെന്റർ NCORD in November 2016 and revived the scheme of financial assistance to state for narcotic control. 2016 നവംബറില് നാർക്കോ കോർഡിനേഷൻ സെന്റർ രൂപീകരിക്കുകയും നർക്കോട്ടിക് നിയന്ത്രണത്തിനായി സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം എന്ന പദ്ധതി പുനരുജ്ജീവിക്കുകയും ചെയ്തു. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ടു സ്റ്റേറ്റ്സ് ഫോർ നാർക്കോട്ടിക് കൺട്രോൾ 2016 നാർക്കോ കോർഡിനേഷൻ സെന്റർ NCORD ക്രിയേറ്റ് ചെയ്തത്. Narcotic Control Bureau has been provided funds for developing a new software that is Seizure Information Management System which will create a complete online database of drug offenses and offenders അല്ലെ. എന്താണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പ്രൊവൈഡഡ് ഫണ്ട്സ് ഫോർ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും പൂർണ്ണമായ ഓൺലൈൻ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ അതായിരുന്നു സിംസ്
അല്ലെ, SIMS, സീസർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വികസിപ്പിക്കുന്നതിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് കൊടുത്തിട്ടുണ്ട്. Then the government has constituted a fund called National Fund for Control of Drug Abuse to meet the expenditure incurred in connection with combating illicit traffic in narcotic drugs, rehabilitating addict and educating the public against drug abuse, etc. അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സിലെ അനധികൃതമായിട്ടുള്ള ഒരു എന്താണ് അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഡ്രഗ് അബ്യൂസിൽ ഫണ്ട് കൊടുക്കുകയും എന്തിനു വേണ്ടി, ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഇൻ കണക്ഷൻ വിത്ത് കോമ്പാറ്റിംഗ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ്. അല്ലെ, എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ഇല്ലിസിറ്റ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനും റീഹാബിലിറ്റേറ്റ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രഗ് അബ്യൂസിനെതിരെ പബ്ലിക്കിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Then the government is also conducting a national drug abuse survey to measure trends of drug abuse in India through the Ministry of Social Justice and Empowerment with the help of National Drug Dependence Treatment Center of AIMS. അല്ലെ, എയിംസിന്റെ നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ സഹായത്തോടെ സാമൂഹ്യനീതി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ മന്ത്രാലയത്തിലൂടെ ഇന്ത്യയിലെ മയക്കുമരുന്ന് ദുരുപയോഗ പ്രവണതകൾ അളക്കാൻ സർക്കാർ ഒരു ദേശീയ മയക്കുമരുന്ന് ദുരുപയോഗ സർവേയും എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്താണ് പ്രൊജക്ട് സൺറൈസ്. പ്രൊജക്ട് സൺറൈസ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി welfare in 2016 to tackle the rising HIV prevalence in northeastern state in India, especially among people injecting drugs. അല്ലെ, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആളുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന HIV വ്യാപനം പരിഹരിക്കുന്നതിനായി 2016 ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി പ്രൊജക്ട് സൺറൈസ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിയിട്ട് വെക്കാം കേട്ടോ. Narcotic Drugs and Psychotropic Substance Act, NDPS 1985, it prohibits a person from producing, possessing, selling, purchasing, transporting, storing and or consuming any narcotic drug or psychotropic substance. അല്ലെ, Narcotic Drugs and Psychotropic Substance Act 1985 പറയുന്നത് ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും കൈവശം വെക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോവുക അല്ലെങ്കിൽ കഴിക്കുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആക്ട് പ്രകാരം അത് വിലക്കിയിരിക്കുന്നു. ഗവൺമെന്റ് ഹാസ് ഓൾസോ അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ദി നശാമുക്ത് ഭാരത് or drug free India campaign which focus on community outreach programs. അല്ലെ, സമൂഹത്തേക്ക് എന്ത് വെച്ചില്ല, നശമുക്ത് ഭാരത് അല്ലെങ്കിൽ ലഹരി വിമുക്ത ഇന്ത്യ എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിക്കാമെന്നും സർക്കാർ എന്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡ്രഗ് മെനൻസ്. അല്ലെ, മയക്കുമരുന്ന് ഭീഷണിയെ ചെറുക്കുന്നില്ല അന്താരാഷ്ട്ര ഉടമ്പടികളും കൺവെൻഷനുകളും നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഇന്ത്യ ഈസ് എ സിഗ്നേറ്ററി ഓഫ് ദി ഫോളോയിങ് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻ ടു കോംബാറ്റ് ദ മെനൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അല്ലെ, മയക്കുമരുന്ന് ദുരുപയോഗത്തെ ചെറുക്കുന്നതിന് ഇനി പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളും കൺവെൻഷനുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ പലപ്പോഴും ഒപ്പുവെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? യുണൈറ്റഡ് നേഷൻ UN കൺവെൻഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് 1961 ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. Then UN Convention on Psychotropic Substance 1971, UN Convention Against Illicit Trafficking in Narcotic Drugs and Psychotropia Substance 1988, UN Convention Against Transnational Organized Crime UNTOC 2000. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് നോക്കിയിട്ട് വെക്കുക. നമ്മൾ ഏതൊക്കെയാണ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് പറഞ്ഞത്? നാർക്കോ കോർഡിനേഷൻ സെന്റേഴ്സ്. then അതേപോലെ തന്നെ ഏതൊക്കെയാണ്, പിന്നെ നാർക്കോട്ടിക് കൺട്രോളിൽ വന്ന സിംസ് അല്ലെ, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം. then മറ്റൊന്ന് നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, മറ്റേതൊരു നാഷണൽ ഡ്രഗ് അബ്യൂസ് സർവേ പറഞ്ഞു. then നമ്മുടെ പ്രൊജക്ട് സൺറൈസ് പറഞ്ഞു. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആക്ട് പറഞ്ഞു അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പറഞ്ഞു. then നശമുക്ത് ഭാരത്, ഡ്രഗ് ഫ്രീ ഇന്ത്യ, പിന്നെ ഇന്റർനാഷണൽ ട്രീറ്റീസും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ദീസ് ആർ ദ മേജർ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഓൺ ഡ്രഗ് അഡിക്ഷൻ.
ദെൻ എങ്ങനെയൊക്കെ നമുക്ക് ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യാൻ കഴിയും? ഏതൊക്കെ വഴി കൺട്രോൾ ചെയ്യാൻ കഴിയും? എഡ്യൂക്കേഷണൽ അപ്രോച്ച് അല്ലെ, എഡ്യൂക്കേഷണൽ അപ്രോച്ച് വഴി നമുക്കത് കൺട്രോൾ ചെയ്യാം. ഓൾ മിസ്ലീഡിംഗ് നോളജ് ടു ബി റിമൂവ്ഡ് അല്ലെ, മിസ്ലീഡിംഗ് നോളജിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ക്ലിയർ മെസ്സേജ് ടു ബി ഗിവൺ, നമുക്ക് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാം. കമ്മ്യൂണിറ്റി അപ്രോച്ച് അല്ലെ, നമ്മുടെ കമ്മ്യൂണിറ്റി അപ്രോച്ച് നന്നാക്കാം. ലീഗൽ അപ്രോച്ച് നന്നാക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി ഓൾ മിസ്ലീഡിംഗ് നോളജ് ടു ബി റിമൂവ്ഡ്, ക്ലിയർ മെസ്സേജ് ടു ബി ഗിവൺ, കമ്മ്യൂണിറ്റി അപ്രോച്ച്, ലീഗൽ അപ്രോച്ച്, ഇത് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗ് അബ്യൂസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഡ്രഗ് അഡിക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഒന്നും കൂടി ഈ ഒരു ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ. ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടീഷൻ ഓഫ് ബീങ് അഡിക്റ്റഡ് ടു എ ഡ്രഗ്, പെർട്ടിക്കുലർലി നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെ. എന്താണ് നമ്മളൊരു ഡ്രഗിന് അഡിക്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് നർക്കോട്ടിക് ഡ്രഗ്സ് പറഞ്ഞത്. അത് ഇല്ലീഗലാണ്. ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സന്റെ എന്ത് ചെയ്യുന്നുണ്ട്? മൂഡിനെയും ബിഹേവിയറിനെയും അത് ബാധിക്കുന്നുണ്ട്. ദെൻ പിന്നെ എന്താണ്? അത് നമ്മുടെ ബ്രെയിനിന് ഒരു പ്ലഷർ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം ആ കെമിക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 190 മില്ലിയസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെഫിനേഷൻ അല്ലെ, WHO എന്താ പറഞ്ഞത്? പീരിയോഡിക് ഓർ ക്രോണിക് ഇൻടോക്സിക്കേഷൻ detrimental to the individual and to society produced by the repeated consumption of drug, natural or synthetic. Then according to WHO പിന്നെന്താ പറഞ്ഞത്? Drug means as any substance that when taken into the living organism may modify one or more its function. പിന്നെ എന്താണ്? ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നതുകൊണ്ട് എന്താ, അഡിക്ഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണ് അല്ലെ. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാല് ചില ഡ്രഗ്സ് യൂസേജിന് പേഴ്സൺ ഫിസിക്കൽ ഡിപ്പെൻഡന്റ് ആവുക എന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇന്ത്യയിലെ ഡ്രഗ് ഭീഷണി പറഞ്ഞു അല്ലെ. ഗോൾഡൻ ട്രയാങ്കിൾ ഏതൊക്കെയാണ്? തായ്ലൻഡും മ്യാൻമറും വിയറ്റ്നാം ലാവോസും. ഗോൾഡൻ ക്രസന്റ് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അല്ലെ. ദെൻ 2019 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എന്താ പറയുന്നത്? ആൽക്കഹോൾ എന്ന് പറയുന്നത് മോസ്റ്റ് അബ്യൂസ്ഡ് സബ്സ്റ്റൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. ദെൻ ഇന്ത്യയിൽ ഏകദേശം 8.5 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടോട്ടൽ കേസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പഞ്ചാബിലും ആസാമിലും ഡൽഹിയിലും ഹരിയാനയിലും മണിപ്പൂരിലും മിസോറാമിലും സിക്കിമിലും ഉത്തർപ്രദേശിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും കുട്ടികൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡ്രഗ് അബ്യൂസ് എന്താന്ന് പറഞ്ഞു. ഇംപ്രോപ്പർ ആൻഡ് ഇല്ലീഗൽ യൂസ് ഓഫ് ഡ്രഗ്സ് ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. മേജർ റീസൺസിലെ പിയേഴ്സിന്റെയും എക്കണോമിക് സ്ട്രെസ്, കൾച്ചറൽ വാല്യൂസ് ചേഞ്ച്, എക്സ്പീരിമെന്റേഷൻ, ന്യൂറോട്ടിക് പ്രഷർ, ഇൻഎഫക്റ്റീവ് പോളിസിങ്. അതിന് ഇമ്പാക്ട് എന്തൊക്കെയാ വരിക അല്ലെ? ഇന്റൻഷണൽ ഇഞ്ചുറീസ് വരും, ആക്സിഡൻസ് വരും, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവാം, എക്കണോമിക് പൊട്ടൻഷ്യൽ ഗെറ്റ് വേസ്റ്റഡ് ആവാം, റിലേഷൻഷിപ്പിനെ ബാധിക്കാം, ഫിനാൻഷ്യൽ ബേർഡൻ നമുക്ക് വരാം. ഡ്രഗ് ഡിപ്പെൻഡൻസ് പറഞ്ഞില്ലേ. ഹാബിച്വൽ ഓർ ഫ്രീക്വന്റ് യൂസ് ഓഫ് എ ഡ്രഗ് രണ്ട് ടൈപ്പാ പറഞ്ഞത്. ഫിസിക്കൽ ഡിപ്പെൻഡൻസും സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണ് പറഞ്ഞത്. ദെൻ ഡ്രഗ് ഹാബിച്വേഷൻ നമ്മൾ പറഞ്ഞു. ദെൻ എന്തൊക്കെയാണ് ഈ ഡ്രഗിനെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു നമ്മൾ നേരിടേണ്ടത്? എന്തൊക്കെയായിരുന്നു? ലീഗലി അവൈലബിൾ ഡ്രഗ്സ് അല്ലെ. നമുക്കിപ്പോ ലീഗലി അവൈലബിൾ ആണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ലാക്ക് ഓഫ് അവൈലബിലിറ്റി അല്ലെ, അവൈലബിലിറ്റി ഓഫ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. നമുക്ക് എന്താണ്? നമുക്കതൊരു ലീഗലി നമുക്ക് എന്താണ് അത് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന്റെ അവൈലബിലിറ്റികൾ കുറവ് അല്ലെ. ഇപ്പൊ NGOs ഒക്കെ നടക്കുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ട ഫണ്ടിങ് ഒന്നും കൊടുക്കുന്നില്ല. ദെൻ സ്മഗ്ലിംഗ് ഓഫ് ഡ്രഗ്സ് അല്ലെ. സ്മഗ്ലിംഗ് ഓഫ് ഡ്രഗ്സ് പറയുന്നത് എന്താണ്? ഈ മയക്കുമരുന്ന് കടത്ത്. ദെൻ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് നാർക്കോട്ടിക് കോർഡിനേഷൻ സെന്റർ, പിന്നെ അതുപോലെ തന്നെ ന്യൂ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് സിസ്റ്റം, പിന്നെ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, ദെൻ ഡ്രഗ് അബ്യൂസ് സർവേ, പ്രൊജക്ട് സൺറൈസ് അല്ലെ 2016, ദെൻ നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985, നശ് മുക്ത് ഭാരത്, കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.